ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഫ്രീ ടൈം ട്രാവലേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ പോലുള്ള ലേഡീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഞാൻ മെജോറിറ്റി ആൾക്കാരിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിലാണെങ്കിൽ ബന്ധുക്കളിലെ കുറേ പേരില് എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസിലുണ്ട്. പക്ഷെ ആരും വണ്ടി ഓടിക്കില്ല. പേടിയാണ്, എല്ലാവർക്കും ചോദിക്കുമ്പോൾ പേടിയാണ്, കോൺഫിഡൻസ് ഇല്ല എടുത്തിട്ട് വരാനുള്ളതെന്നുള്ള. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മള് ഇപ്പോഴത്തെ ലേഡീസ് എന്നും പ്രത്യേകിച്ച് പുതുതലമുറക്കാരെ എപ്പോഴും പറയും, നമുക്ക് എന്താണ് പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള വ്യത്യാസം, എല്ലാ അവകാശങ്ങളും സ്ത്രീക്കും അതുപോലെ തന്നെ വേണം. ഞാനും ഇതിനെ അംഗീകരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. എന്ന് വെച്ച് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളോ വേറൊന്നും വെച്ചിട്ടൊന്നുമല്ല, എല്ലാം വേണം. ഇതിനൊക്കെ ഉപരി ആദ്യം വേണ്ടത് ഒരു പെൺകുട്ടിയാണാൽ പെൺകുട്ടിയാണെങ്കിൽ ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ സ്വയം ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസ് അവൾക്ക് വേണം. അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് വേണ്ടത്. അത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലാതായി പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് 2-3 വാക്ക് സംസാരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഞാന് 2010 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അന്ന് അവര് ജീപ്പിലാണ്, അന്നത്തെ സമയത്ത് ജീപ്പിലാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മൾ ജീപ്പിലാണ് പഠിച്ചത്. പഠിച്ച് 30 ദിവസം ക്ലാസ് കഴിഞ്ഞ് ലൈസൻസും കിട്ടി. പക്ഷെ എന്നാലും ഇപ്പൊ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന അതേ വിമുഖത എനിക്കും ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ എനിക്ക് ഒരു കണക്ക് പറ്റത്തില്ല. വണ്ടി എടുക്കുമ്പോ പേടിയാണ്. ഹസ്ബൻഡ് കൂടി ഇരുന്നാൽ മാത്രമേ വണ്ടി എടുക്കത്തുള്ളൂ. ആ പുള്ളി ഇല്ലെങ്കിൽ ഒരു കണക്ക് വണ്ടി എടുക്കൂല. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പൊ പുള്ളി എന്നെ എപ്പോഴും പറയും, അങ്ങനല്ല അല്ലാതെ സ്വയം എടുത്ത് ശീലിക്കണം, എന്നാലേ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു ദിവസം പുള്ളി ഇല്ലാത്ത സമയത്ത് എനിക്ക് ഈ വണ്ടി എടുക്കേണ്ടി വന്നു. എടുത്ത് നമ്മുടെ വീടിനടുത്തുള്ള റെയിൽവേ ക്രോസ് ഉണ്ട്. അന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ ക്രോസ് ആണ്. അവിടെ വന്ന് ഞാൻ നോക്കുമ്പോൾ ഞാനാണ് ഏറ്റവും ഫ്രണ്ടില്. ബാക്കിൽ നിരനിരയായി ഒരു 10-25 കാറുകളും കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൊണ്ട് ഇരിക്കാൻ വയ്യ. ഒന്ന് ഹാഫ് ക്ലച്ച് എനിക്ക് അപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല. ഹാഫ് ക്ലച്ച് എങ്ങനെ നിർത്തുക, അല്ലെങ്കിൽ ഒരു കയറ്റത്തിൽ ഒരു ഇറക്കത്തിൽ എങ്ങനെ വണ്ടി എടുക്കുമെന്നുള്ളത് എനിക്ക് സത്യത്തിൽ നല്ലോണം അറിയത്തില്ല. അന്നത്തെ കാലത്ത് ഇത് പറഞ്ഞ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വളരെ കുറവാണ്, എല്ലാം മാനുവലാണ്. നമ്മൾക്ക് മാനുവലാണ്. ഇയോൺ ആണ് നമ്മുടെ ആദ്യത്തെ കാർ. ഇയോൺ ആണ് നമ്മുടെ വണ്ടി 2010. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രോസിൽ ഇങ്ങനെ കിടന്നു. ഞാൻ ടെൻഷൻ അടിച്ച് വീർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട് ലെവൽ ക്രോസ് തുറന്നു. വണ്ടി സ്റ്റാർട്ടായി. ഒരു കണക്ക് വണ്ടി ചെറിയൊരു കയറ്റം ഉണ്ട് അങ്ങോട്ട്, ഒരു കണക്ക് മൂവ് ചെയ്യുന്നില്ല. എന്റെ ഈശ്വര, ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലെ പേടിച്ചിട്ടില്ല. എനിക്ക് ഒരു കണക്ക് പറ്റും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി മൂവ് ആവുന്നില്ല. ഇച്ചിരി പോയാലും ബാക്കിലോട്ട് വരും. എനിക്ക് പേടി. അപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക് ഔട്ടും. കാരണം ബാക്കിലുള്ള വണ്ടിയിൽ പോയി ഇടിച്ചാലോ എന്നൊരു പേടി. എന്നിട്ട് എന്റെ ഈ വിഷമം കണ്ടിട്ട് ബാക്കിലുള്ള കാറിൽ നിന്ന് ഓരോരുത്തരും ഇറങ്ങി വന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ തൊട്ട് സൈഡിൽ നിന്ന് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി പേടിക്കണ്ട, പിന്നെ ഈ നമ്മുടെ ഗിയർ ഉണ്ട്, ഹാൻഡ് ഗിയർ ഉണ്ടല്ലോ, ഹാൻഡ് ബ്രേക്ക് പകുതി റിലീസ് ചെയ്തിട്ട് കുട്ടി പതുക്കെ വണ്ടി എടുത്ത് നോക്കെന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെയോ ഞാൻ ആ വണ്ടി എടുത്ത്, എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ക്രോസ് കടന്ന് അപ്പുറത്ത് ചെന്ന് വണ്ടി അവിടെ നിർത്തി ഞാൻ അങ്ങ് ഇട്ടുപോയി. സ്റ്റിയറിംഗിൽ തലയും വെച്ച് ഒരു നിപ്പ. കാരണം എന്റെ ലൈഫില് അതുവരെ ഈ 26 വയസ്സിലെന്തോ ആയിരുന്നു വന്നത്. ലൈഫില് അതുവരെ ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശരിക്കും ടെൻഷൻ അടിച്ച് ബാക്കി കിടന്നുള്ള വണ്ടിയുള്ള ഹോണടിയാണ് ഒരു വിധത്തിലല്ലേ വേറൊരു വിധത്തില്. പക്ഷെ അന്ന് അവിടെ നിന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ വണ്ടി ഓടിച്ചിരിക്കും. ഞാൻ തീരുമാനിച്ചെടുത്ത്, അതെന്റെ ഒരു ഉറപ്പായിരുന്നു. എന്ത് വന്നാലും ശരി എനിക്ക് വണ്ടി ഓടിച്ചേ പറ്റൂ. അത് ഇന്ന് ഇപ്പം എവിടെ എന്ത് പോണെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് പറ്റിയത്. നിങ്ങൾക്കും അതുപോലെ പറ്റും. ഞാൻ പലപ്പോഴും ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് മിക്കവാറും തിരുവനന്തപുരത്ത് നിന്ന് കായംകുളം ആയാലും കാഞ്ഞിരപ്പള്ളി ആയാലും ഒക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരാനും, ഈവൻ ഡൽഹിന്ന് പോലും നമ്മൾ ഒരു ഇന്നോവ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും വണ്ടി ഓടിച്ചിട്ട് ഡൽഹി ഹൈവേ കൂടെ ഒക്കെ വരാനും ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള കോൺഫിഡൻസും ഒക്കെ എനിക്ക് വന്നത് ഇതിൽ നിന്നാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ സെൽഫ് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമോ എന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് പലരും വണ്ടി ഓടിക്കാതിരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരണം, വന്നെങ്കിലേ നമുക്ക് ആ പേടി മാറൂ. നിങ്ങൾ പറയുന്ന പോലെ ഈ ഹാഫ് ക്ലച്ചോ ഒന്നും വലിയ പാടൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത്, ധൈര്യപൂർവ്വം എല്ലാ ലേഡീസും റോഡിൽ വണ്ടി ഇറക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യണം. പിന്നെ എന്നുവെച്ചാ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ഡ്രൈവിംഗ് മുഖേന ഒരാൾക്കും ഒരു ജീവഹാനി ഉണ്ടാകാനോ അംഗഭംഗങ്ങൾ ഉണ്ടാവാനോ ഇടവരുത്തരുത്. അത് അത് നമ്മള് അത് ഭയങ്കര, അത് ചെയ്യരുത് ഒരിക്കലും. അതിന് വേണ്ടെന്നറിയോ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പേടിയാണെങ്കിൽ നിങ്ങൾ പതുക്കെ വണ്ടി വെക്കുക. കുറച്ച് ബ്ലോക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമായിരിക്കും, പിന്നെ നമ്മുടെ സ്വന്തം വണ്ടി ഇച്ചിരി പോറുമായിരിക്കും, സാരമില്ല എന്ന് കരുതി നിങ്ങൾ പേടിച്ചിരിക്കരുത്, ഒരിക്കലും പേടിച്ചിരിക്കരുത്. പതുക്കെ, വളരെ പതുക്കെ ആയാലും വണ്ടി ഓടിച്ചോടിച്ച് പഠിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം, 10 ദിവസം നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ, പക്ഷെ 11ാമത്തെ ദിവസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഓടിക്കാൻ പറ്റും. ഞാൻ ഉറപ്പ് തരും, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, തീർച്ചയായിട്ടും പറ്റും. ആദ്യത്തെ 2 ദിവസം ആരെങ്കിലും പരിചയമുള്ളവരെ ലെഫ്റ്റ് സൈഡിൽ ഇരുത്തിക്കൊണ്ട് പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി. പതുക്കെ റോഡ് നമ്മൾ കാണുമ്പോൾ, അല്ലെ എതിര് വണ്ടി വരുമ്പോഴൊക്കെ ചിലപ്പോൾ ലോറിയൊക്കെ വരുന്ന കാണുമ്പോൾ വയറ്റിനകത്തൊരു വെപ്രാളമാന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെയുണ്ട്. പക്ഷെ ആദ്യത്തെ ലോറി വരുമ്പോൾ വെപ്രാളം, അങ്ങനെ ഒരു 10 ലോറി നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ 11ാമത്തെ ലോറി വരുമ്പോൾ നമുക്ക് വെപ്രാളം തോന്നില്ലെന്നേ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. പതുക്കെ, ആർക്കും തട്ടലും മുട്ടലും ഒന്നും അധികം ഉണ്ടാകാത്ത രീതിയിൽ പതുക്കെ. അത് ആദ്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ ബഹളം കുറഞ്ഞത്, അല്ലെ തിരക്ക് കുറഞ്ഞതായ റോഡിൽ നിങ്ങൾ എല്ലാവരും ഓടിക്കണം. ഓടിച്ച് പഠിച്ചാൽ മാത്രമേ ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടൂ. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ലൈസൻസ് വീട്ടിൽ വെച്ചിട്ടും വെറുതെ അത് നോക്കിക്കൊണ്ടിരുന്ന് ഞാനൊരു ഡ്രൈവർ ആണെന്ന് ചിന്തിച്ചിരിക്കാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത്. അത് മാറണം. അത് മാറാനുള്ള ഏക മാർഗം, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും പറയുന്ന പോലെ എഴുതി പഠിക്കണം, അറിയത്തില്ലെങ്കിൽ എഴുതി പഠിക്കണം, കണ്ടിന്യൂസ് പഠിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഡ്രൈവിങ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് കൂട്ടണം. കൂട്ടി വന്നാൽ ഉറപ്പായിട്ടും എല്ലാ ലേഡീസിനും നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും.